നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നമുക്കൊരു ബീച്ചിന്റെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ ഏകദേശം 3-3.5 കോടിയാവും. അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റെന്റൽ റിട്ടേണോ 1 ലക്ഷം രൂപ ഇയർലി കിട്ടിയെന്ന് നമുക്ക് പറയാം. പക്ഷെ ദുബായിയുടെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്കൊരു വാട്ടർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന റെന്റൽ റിട്ടേൺ മിനിമം 3-3.5 ലക്ഷം രൂപ നമുക്ക് മാസം കിട്ടും. അത് മിനിമം ആണ്. അത് എത്ര എക്സ്ട്രീം വേണം പോവാം. അത് ബേസ് ചെയ്യുന്ന നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനും അതേ കണക്ക് അതിൻ്റെ അമ്യൂണിറ്റീസും കാര്യങ്ങളും ബേസ്ഡ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തായിരിക്കും ആ പ്രോപ്പർട്ടി മേടിക്കുന്നത്. പക്ഷേ ദുബായിൽ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബയേഴ്സിന് എപ്പോഴും ഒരു പേയ്മെൻറ്റ് പ്ലാൻ കാണും. ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുബായിലെ ഐലൻഡിൽ വരുന്ന ഒരു പുതിയൊരു ലോഞ്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് 50-50 ആണ്. അപ്പം ഇത് കംപ്ലീറ്റ് ആവുന്നത് 2028 അപ്പം നമ്മുടെ ആ ബയറിന് ഇപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു 4-3 വർഷം എന്താണ് ഒരു ടൈം പീരീഡ് കിട്ടുന്നുണ്ട്. അത് 50% അടയ്ക്കാൻ. ഹാൻഡ് ഓവർ സമയത്ത് ബാക്കി 50 അടച്ചാൽ മതി. 60% ഓൾറെഡി ഇത് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഇനി 30% മാത്രമാണ് റിമൈനിങ്. നിങ്ങൾക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് തോന്നിയെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം.